നമസ്കാരം. ഞാൻ വിനോദ് പുത്തൻചിറ. ഞാൻ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടകരയ്ക്കും ഇരിഞ്ഞാലക്കുടയ്ക്കും ഇടയിലുള്ള നെടിലക്കാവ് ഭഗവതി ക്ഷേത്രത്തിൻ്റെ സന്നിധിയിലാണ്. ചുറ്റും പ്രകൃതി രമണീയമായ അന്തരീക്ഷത്തിൽ നിലകൊള്ളുന്ന ഈ ക്ഷേത്രത്തിന് ഒരുപാട് ഐതിഹ്യങ്ങൾ പറയാനുണ്ട്. നമ്മൾ പാലക്കാട് ഗ്രാമങ്ങളിൽ കാണുന്ന ചെറിയ കാഴ്ചകൾ പോലെ ഒരുപാട് നെൽക്കതിരുകൾ വിളഞ്ഞു നിൽക്കുന്ന സ്ഥലവും അതിൻ്റെ ഇടയിൽ ഉള്ള ചെറിയ ചെറിയ നീർച്ചാലുകളും കിളികളുടെ കളകളാരവും എല്ലാം നിറഞ്ഞിരിക്കുന്ന അന്തരീക്ഷത്തിൽ ഇവിടുത്തെ ഭഗവതി നിലകൊള്ളുന്നു. അധികമൊന്നും അറിയപ്പെടാത്ത ഈ ക്ഷേത്രത്തിൻ്റെ കുറിച്ച് പറയാനായിട്ട് ഒരുപാട് കഥകളുണ്ട്. ഇവിടെ തൊട്ടടുത്തുള്ള തുപ്പങ്കാവ് ഭഗവതി, അതുപോലെ തന്നെ പുത്തുക്കാവ് ഭഗവതി, പിന്നെ ഈ ക്ഷേത്രത്തിലെ നെടിലക്കാവ് ഭഗവതി, ഇവർ സഹോദരിമാരായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈ മൂന്ന് ഭഗവതിമാരും വഴിയാത്ര മധ്യേ നെടിലക്കാവ് ഭഗവതി ഇവിടെയാണ് വിശ്രമിച്ചു. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ദേവിയുടെ ചൈതന്യമുണ്ടെന്നും ഇവിടെ പിന്നീട് ചെറിയൊരു ക്ഷേത്രമായി തീർന്നു എന്നും പറയപ്പെടുന്നു. പാരമ്പര്യമായിട്ട് പൂജ ചെയ്യുന്നത് ഇവിടെ സമീപത്തിനുള്ള കുടുംബക്ഷേത്രത്തിലെ കാരണവന്മാരാണ്. തലമുറയിൽ കൈമാറി വരുന്നുണ്ടെങ്കിലും അവരിപ്പോഴും ഈ പൂജാ സമ്പ്രദായം നിലനിർത്തിക്കൊണ്ടു പോരുന്നു. കുംഭമാസത്തിൽ ആണ് ഇവിടെ ഉത്സവം. കൊട്ടും കളിയും ആൾക്കൂട്ടങ്ങളും നിറഞ്ഞ ഈ അന്തരീക്ഷത്തിൽ ദേവി അനുഗ്രഹം ചൊരിഞ്ഞ് എല്ലാവർക്കും കാത്തിരിക്കുന്നു. ഇപ്പോൾ ക്ഷേത്രത്തിൽ നിത്യപൂജ എന്ന് പറയില്ലെങ്കിലും ചൊവ്വാഴ്ച ദിവസങ്ങളിലാണ് പൂജ. രാവിലെയും വൈകുന്നേരം മാത്രമേ പൂജയുള്ളൂ. ബാക്കിയുള്ള ദിവസങ്ങളിൽ രാവിലെയും വൈകുന്നേരം നട തുറന്ന് വിളക്ക് വയ്ക്കുന്നു. എന്നിരുന്നാലും ഒരുപാട് ആളുകൾ കേട്ടറിഞ്ഞ് കണ്ടറിഞ്ഞ് ഇവിടെ വരുന്നു, അമ്മയുടെ അനുഗ്രഹം തേടുന്നു. ഈ ക്ഷേത്രത്തിലേക്ക് എത്തിപ്പെടാൻ കൊടകരയിൽ നിന്ന് മാള റൂട്ടിൽ വഴിയമ്പലത്തിൽ സ്റ്റോപ്പിൽ നിന്ന് വലത്തോട്ട് തിരിയുക, അല്ലെങ്കിൽ ഇരിഞ്ഞാലക്കുട നിന്ന് വരുന്നവർ ആനന്ദപുരം എന്ന സ്ഥലം എത്തുന്നതിന് മുമ്പ് ആലത്തൂർ ഭാഗത്തേക്ക് തിരിയുക. ഈ റൂട്ടിലാണ് അമ്പലം കുടികൊള്ളുന്നത്.